100 ബ്രോയിലർ കോഴിയെ നമ്മൾ വീട്ടിൽ വളർത്തിയാൽ എല്ലാ ചെലവും കഴിച്ച് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട, വളർത്താനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബ്രോയിലർ കുഞ്ഞുങ്ങളെ മേടിക്കണം. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വില ആവറേജ് 50 രൂപ കൂട്ടാം. അപ്പോൾ 50 × 100 5000 രൂപ. അതുപോലെ കുഞ്ഞുങ്ങളെ മേടിച്ചാൽ മാത്രം പോരാ, അതിന് തീറ്റ കൊടുക്കണം. അപ്പോൾ ആവറേജ് 100 കോഴിക്ക് 7.5 ചാക്ക് തീറ്റയോളം വരും. അപ്പോൾ ഒരു ചാക്കിന് 2000 രൂപ. അപ്പോൾ 2000 × 7.5 അതായത് 15000 രൂപ നമുക്ക് തീറ്റയ്ക്ക് വരും. ഇനി നമ്മൾ വീട്ടിലാണെങ്കിലും ഫാമിലാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് വളർത്തുവാണെങ്കിലും നമുക്ക് ചകിരിച്ചോറ് ആവശ്യമുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഒരു 1.5 ചാക്ക് ചകിരിച്ചോറ് വരും 100 കോഴിക്ക്. അപ്പോൾ 1.5 ചാക്കിന് ഏറെക്കുറെ 300 രൂപ നമുക്ക് ചിലവ് വരും. ഇനി ആദ്യത്തെ ഒരു 10-12 ദിവസം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുവാണെങ്കിലും നമ്മൾ 100 വോൾട്ടിന്റെ ബൾബ് മേടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബ്രൂഡിങ്ങിന്റെ ഒരു ചെറിയ ചാർജ് കറണ്ട് ബില്ലായിട്ട് ഒരു 150 രൂപ നമുക്ക് കൂട്ടാം. ഇനി കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മെഡിസിനും വാക്സിനും ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ നമുക്ക് ഒരു 500 രൂപ കൂട്ടാം. അപ്പോൾ ടോട്ടൽ നമ്മുടെ എക്സ്പെൻസ് വരുന്നത് 21,000 രൂപ. അതായത് 100 ബ്രോയിലർ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന എക്സ്പെൻസ് 21,000 രൂപ. ഇനി നമുക്ക് പ്രോഫിറ്റ് നോക്കാം. അതായത് നമ്മൾ 100 കുഞ്ഞുങ്ങളെ വളർത്തുവാണെങ്കിൽ ഒരു 90 കുഞ്ഞുങ്ങളൊക്കെ വലുതായി കിട്ടത്തുള്ളൂ. അപ്പോൾ 90 കുഞ്ഞുങ്ങൾക്ക് ആവറേജ് 2,250 ഒക്കെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ 90 × 2,250 202 കിലോ വെയിറ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ഫാം റേറ്റ് വെച്ച് കൂട്ടുവാണെങ്കിൽ ആവറേജ് ഒരു 135-140 രൂപയൊക്കെ ഫാം റേറ്റ് ഇപ്പോൾ ഉണ്ട്. നല്ല ഫാം റേറ്റ് ആണ്. നമുക്കൊരു 135 രൂപ വെച്ച് കൂട്ടാം. അപ്പോൾ 202 × 135 എന്ന് പറയുമ്പോൾ 27,260 രൂപ നമുക്ക് ടോട്ടൽ കിട്ടും. ഇതിൽ നിന്ന് നമ്മുടെ ചിലവായ 21,000 രൂപ കിഴിക്കുമ്പോൾ നമുക്ക് 6,270 രൂപ നമുക്ക് ലാഭമായിട്ട് ഇപ്പോൾ നമുക്ക് ബ്രോയിലർ കുഞ്ഞുങ്ങളെ വളർത്തുവാണെങ്കിൽ കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഫാം റേറ്റ് ഒരുപോലെയല്ല. എപ്പോഴും ഫാം റേറ്റ് കുറഞ്ഞാണ് ഇരിക്കുക. ആവറേജ് ഒരു 104 രൂപയെങ്കിലും ഫാം റേറ്റ് വന്നാലേ നമ്മൾ മുടക്കിയ പൈസയെങ്കിലും തിരിച്ചു കിട്ടുള്ളൂ നമുക്ക്.